പഠിച്ചിറങ്ങിയ സ്കൂളിലെ 1ാം ക്ലാസ് പുതുമോടിയാക്കി അധ്യാപകൻ മനോജ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അശോകൻ കുറ്റിപ്പുറമാണ് മറവഞ്ചേരി GLP സ്കൂളിൽ ക്ലാസ് മുറികളിൽ ചിത്രങ്ങൾ വരച്ച് മനോഹരമാക്കിയത്. ആതിര ശിവദാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മറവഞ്ചേരി GLP സ്കൂളിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഈ പുതിയ അധ്യയന വർഷത്തില് ഇവിടുത്തെ 1ാം ക്ലാസ് LKG ഒക്കെ വളരെയധികം മനോഹരമായി മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്. അതിന്റെ പുറകിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ മനോജ് മാഷ്. മാഷ് ഈ സ്കൂളിൽ പഠിച്ച ആളാണ്. അപ്പോ ഈ സ്കൂളിന് വേണ്ടി തന്നെ ഇത്രയും നല്ലൊരു കാര്യം ചെയ്തു. മാഷെ, എന്ത് തോന്നുന്നു ഇപ്പൊ ഈ ഒരു മൊമെന്റില്? വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഞാന് അധ്യാപകനായിട്ട് ഏകദേശം 36 വർഷം സർവീസ് ഉണ്ട്. അത് പിന്നെ പാരലൽ വിദ്യാഭ്യാസത്തിൽ തുടങ്ങി ഇപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ സ്കൂളായ PKM എഡ്രിക്കോഡിൽ നിന്നാണ് സർവീസിൽ നിന്ന് ഈ മെയ് 31 പോകുന്നതാണ്. അപ്പൊ എന്റെ മനസ്സില് ഞാൻ 1ാം ക്ലാസ് പഠിച്ച സ്കൂളും പിന്നെ 1ാം ക്ലാസ് പഠിപ്പിച്ച യശോദ ടീച്ചറെ മറക്കാൻ കഴിയില്ല. ടീച്ചർ ഇപ്പൊ ഇല്ല. ആ ഓർമ്മയില് ഞാൻ ഈ ആശയം മുന്നോട്ട് വെച്ചപ്പോ ഇവിടുത്തെ വെൽഫെയർ കമ്മിറ്റി, ഉണ്ണീഷ മാഷ്, അതുപോലെ വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ പിന്നെ ദേവേട്ടൻ, PTA പ്രസിഡന്റ്, പിന്നെ ഇവിടുത്തെ ടീച്ചർ അവരും എല്ലാ സപ്പോർട്ടും തന്നു. സ്കൂളിന് വേണ്ടി ഇവിടുത്തെ നാട്ടുകാരും ജനപ്രതിനിധികളും എല്ലാവരും ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ കുറെ അഡ്വാൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതെ, ഈ സ്കൂൾ ആദ്യം പിന്നെ എന്തായിരുന്നു, വാടക കെട്ടിടത്തില്. അപ്പോ ഒരു 75 വർഷത്തോളം വാടക കെട്ടിടത്തിൽ നിന്ന് ഈ സ്കൂള് സ്ഥലം ഏറ്റെടുത്ത് ഈ ബിൽഡിംഗ് ഇപ്പൊ 3 നില ബിൽഡിംഗ് ആയി. അത് ചെയ്തു. അപ്പൊ അതൊക്കെ ഈ നാട്ടുകാരുടെ മൊത്തമുള്ള സഹകരണമാണ്. അതിൽ വന്ന HM വന്നപ്പോ HMന്റെ ഒരു സപ്പോർട്ട് കൂടി അതിന്റെ കീഴിൽ എല്ലാ നാട്ടുകാരും ഇവിടുത്തെ അധ്യാപകരും എല്ലാവരും അതിനൊപ്പം നിന്നു. ആ രീതിയിൽ കൊണ്ടുവന്നു. പിന്നെ നമ്മളെ MLA പിന്നെ സപ്പോർട്ട്, അതാണ് 3 നിലയായി. പഞ്ചായത്തിന് സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഇനി ഞങ്ങളെ ഇരുന്ന് സംസാരിച്ച എന്താ വെച്ചാൽ ഒരു ഗ്രൗണ്ട് കൂടി കൊണ്ടുവരണമെന്നാണ്. അപ്പൊ അതും സാധിക്കും തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. പുതിയ അധ്യയന വർഷത്തിൽ ഒരുപാട് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. കുട്ടികളുടെ എണ്ണമൊക്കെ കൂടിയിട്ടുണ്ട്. ഇനിയും കൂടുമെന്നാണ് പറയുന്നത്. നമ്മളെ ഈ പ്രീ പ്രൈമറിക്ക് അംഗീകാരം എത്തിയിട്ടില്ല. 2 ക്ലാസ് മുറികളുണ്ട്. LKG ഉണ്ട്, UKG ഉണ്ട്. അപ്പൊ അതില് 2നും സർക്കാർ അംഗീകാരം കിട്ടിയിട്ടില്ല. എങ്കിലും ഇവിടുത്തെ HM ഇവിടെ നാട്ടുകാരും എല്ലാവരും കൂടിയിട്ട് തന്നെ അവർക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 94 വർഷം പഴക്കുന്ന സ്കൂളാണ്. ഒരു 90 വർഷത്തോളം റെന്റൽ കെട്ടിടത്തിൽ പ്രവർത്തിച്ച് അത് ഇടിഞ്ഞു പോകുന്ന നഷ്ടപ്പെടാൻ പോകുന്ന സ്ഥിതിയിലാണ് ഞങ്ങൾ ഏറ്റെടുത്ത് ഒരു 24 സ്ഥലം ഈ ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ പഞ്ചായത്തിന്റെയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടന്നത്. ഇന്ന് നല്ല പ്രവർത്തിക്കുന്ന സ്കൂളാണ്. കെട്ടിടങ്ങളിൽ ഇപ്പൊ ഇതൊരു പുതിയ കെട്ടിടത്തിലേക്ക് മാറി. അതുകൂടാതെ നമുക്ക് MLAയുടെ 50 ലക്ഷം പാസ്സാക്കിയിട്ടാണ് ഇപ്പൊ അപ്സ്റ്റെയർ 3ാമത്തെ നില ഉണ്ടാക്കിയത്. ഇനി വരുമ്പോ ഇതില് ഓരോ റൂമിലും ഓരോ ഫ്ലോറിലും ബാത്റൂമുകൾ ഉണ്ടാക്കി അതിന്റെ ഉദ്ഘാടനം അടുത്ത് നടക്കും. അപ്പൊ എല്ലാ സൗകര്യങ്ങളും ഈ സ്കൂളിനായിട്ടുണ്ട്. ഇനിയിപ്പോ ഞങ്ങൾക്ക് വേണ്ടത് ഒരു ഗ്രൗണ്ടാണ്. ടീച്ചേഴ്സൊക്കെ വളരെ ആവേശത്തിലാണ്. HM ആണ്. ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത്? പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അക്കാദമികവും ഭൗതികവുമായിട്ടുള്ള സാഹചര്യങ്ങള് കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയും മെച്ചപ്പെടുത്താൻ ഞങ്ങള് നാട്ടുകാരും അധ്യാപകരും എല്ലാവരും കൂട്ടായ പരിശ്രമം തന്നെയാണ് ഈ മറവഞ്ചേരി സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 18 വർഷമായി ഈ വിദ്യാലയത്തിലെത്തിയിട്ട്. അപ്പൊ മറവഞ്ചേരിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഇവിടുത്തെ രക്ഷിതാക്കളും നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാവരും ചേർന്ന് സ്കൂളിനെ ഉയർച്ചയിൽ എത്തിക്കാൻ വളരെ സഹായിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എല്ലാരും വളരെയധികം സന്തോഷത്തിലാണ്. എന്ത് തന്നെയാലും ഈ സ്കൂള് ഇനിയും വികസനത്തിന്റെ വലിയ വലിയ പടവുകൾ ചവിട്ടി കയറട്ടെ. ക്യാമറ പേഴ്സൺ ഗിരീഷ് ലാലിനൊപ്പം ആതിര ശിവദാസ്.